ആരാ സാറേ? CBI officer. CBI officer is there. ഷോ യുവർസെൽഫ്. നിങ്ങൾക്ക് മലയാളം അറിയാമോ? മുംബൈ ടോപ്പ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സാധനം ബോർഡിൽ നന്നായിട്ട് വയ്ക്കാൻ നോക്കും. നിങ്ങൾക്ക് വല്ല കാണിക്കുകയാണെങ്കിൽ കാണിക്കും. ഈ ഇപ്രാവശ്യം വിളിച്ചിരുന്നത് ആദ്യം ഒരു SBIയുടെ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മുംബൈയുടെ CBI ഓഫീസർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഒരു യൂണിഫോം ഒക്കെ ഇട്ടൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നമസ്കാരം. തലസ്ഥാനത്ത് വീണ്ടും വെർച്വൽ അറസ്റ്റിന് ശ്രമം. റിട്ടയേർഡ് അധ്യാപകനെയാണ് വെർച്വൽ അറസ്റ്റ് നടത്താനുള്ള ശ്രമം നടത്തിയത്. ഇതിനെ കേരള പോലീസ് പൊളിച്ചെടുക്കുകയും ചെയ്തു. ആദ്യം നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എവിടെ അമ്മ? ആരാ സാറേ? CBI officer. CBI officer is there. Sir. Show me yourself. Show me yourself. പൈസ പോയാ? പൈസ ഇല്ല, പോയിട്ടില്ല. പൈസ ഒന്നും പോയിട്ടില്ല. SBI ഓഫീസിൽ വിളിച്ചു. പൈസ OTP പറഞ്ഞോ? പൈസ ഒന്നും പോയിട്ടൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ 1 ലക്ഷം വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല. അതാണ് പ്രശ്നം. Tell me. Okay, I'm calling you, okay? Okay, tell me, show me yourself. I'm showing my face, okay? I'm showing my face now. Show me yourself. എത്ര ഉള്ളൂ? എന്താണ്? ബോംബെ പോലീസ്. Who are you? My name is Akash Kulani, I'm CBI officer. What do you want to say? What is the purpose of calling this? This is none of your concern. You are not authorized to ask me those questions. What is your concern about? Listen to me. You are interfering in my case. I will show you what I am. You understand? Okay. I will not only suspend you. You understand? And I will also put inquiry of the second officer who is sitting behind. Okay. You do whatever you can do. Whatever you can. Tell me your ID and all. നിങ്ങൾക്ക് മലയാളം അറിയാമോ? മുംബൈ ടോപ്പ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സാധനം ബോർഡിൽ നന്നായിട്ട് വയ്ക്കാൻ നോക്കും. ഫ്ലക്സ് അടിച്ച് വെച്ചേക്കണ ഫ്ലക്സ് അല്ല. നീ കോപ്പാണ്. നീ പോ. നീ വേറെ പറയണ്ടോടാ? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? किसको दिखा रहा है यार? हैं? क्या फोटो दिखाएगा तो हो गया? तो अपने ऑफिस दिखा दे पूरा. तुम्हारा पूरा ऑफिस दिखा देना. നീ പോടാ കോപ്പേ. നിനക്ക് വല്ല കാണിക്കാണെങ്കിൽ കാണിക്കും. CBI ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യാപകനെ വെർച്വൽ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ കുടുംബത്തിൻ്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് മ്യൂസിയം പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ഈ വെർച്വൽ അറസ്റ്റിനെ പൊളിച്ചെടുക്കുകയും ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു റിട്ടയർഡ് അധ്യാപകനായ ഒരാളെ കഴിഞ്ഞ ദിവസം വെർച്വൽ അറസ്റ്റിന് വിധേയമാക്കിയത്. എങ്ങനെയായിരുന്നു ആ ഒരു കംപ്ലൈൻറ്റ്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് വരുന്നത്? സ്റ്റേഷനിലേക്ക് വരുന്നത് ഈ വെർച്വൽ അറസ്റ്റ് നടക്കുന്ന സമയത്ത് ലൈവായിട്ട് 2 മണിക്കൂറോളം ഒരു വീട്ടുകാർ ഈ റൂമിനകത്ത് തന്നെ അടച്ചിരുത്തിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ മരുമകൾ, ഈ 3 പേരെയും ആ റൂമിനകത്ത് തന്നെ അടച്ചിരുത്തിയിട്ട് ഇരിക്കുന്ന സമയത്ത് 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ വൈഫ് ഹസ്ബൻഡിന് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണ്. 2 മണിക്കൂറോളം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അദ്ദേഹം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പം ഈ ഫുഡ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുന്ന സമയത്ത് അവർ തന്നെ ഞങ്ങളുടെ പ്രസൻസിൽ നിങ്ങൾ കഴിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഈ അമ്മ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു മകനുണ്ട്, അന്ന് എക്സാം എഴുതാൻ പോയിക്കുന്നതെന്നാണ് പറഞ്ഞു തോന്നുന്നത്. അപ്പോൾ പുള്ളിയെ വിളിച്ചറിയിച്ചു, ഇങ്ങനൊരു പോലീസ് വേഷത്തിലൊരാൾ സംസാരിക്കുന്നുണ്ട്, വെർച്വൽ അറസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അങ്ങനെ ആ മകനാണ് 1930 നമ്മുടെ കേരള പോലീസിൻ്റെ സഡൻ റെസ്പോൺസ് വരുന്ന നമ്മുടെ സൈബറുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട 1930 വിളിച്ചറിയിച്ചു. അവിടെ നിന്ന് അതിൻ്റെ ഒരു CA ആയിട്ടുള്ള ആൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CA വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും സാറ് എന്നെ വിളിച്ചറിയിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം വിളിച്ചിരുന്നത് ആദ്യം ഒരു SBIയുടെ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം പിന്നീട് അത് കണക്ട് ചെയ്ത് മുംബൈ സൈബർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് കണക്റ്റ് ആകുന്നത്. ലാസ്റ്റ്
സ്റ്റേജിലേക്ക് പോകുമ്പോൾ മുംബൈ സൈബർ ഡിവിഷനിലേക്ക് കണക്ട് എന്ന് പറഞ്ഞിട്ട് മുംബൈയുടെ CBI ഓഫീസർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഈ പണം തട്ടുന്ന എന്തെങ്കിലും പ്രവണത ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു റൈറ്റ് ടൈമിൽ അവർ ആക്ട് ഈ പറഞ്ഞ വീട്ടുകാർ പ്രോപ്പർ ടൈമിൽ തന്നെ നമ്മളോട് ഇൻഫർമേഷൻ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു തേർഡ് സ്റ്റേജ് രീതിയിലാണ് നിൽക്കുന്നത്. ആ തേർഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഇതെന്ന് പറയുന്നത് ഈ ക്യാഷ് അയച്ചു കൊടുക്കുന്നൊരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളവിടെ എത്തിയത് കൊണ്ട് ക്യാഷ് പോയിട്ടില്ല, അദ്ദേഹത്തിന് ക്യാഷൊന്നും നഷ്ടമായിട്ടില്ല. പക്ഷേ തൊട്ടടുത്ത സ്റ്റേജ് അതായിരുന്നു. ഒരു 15 മിനിറ്റ് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനായിരുന്നു. മൊബൈലിൽ ആ വിഷ്വലിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏതോ ഒരു ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ മറ്റോ ഫ്രണ്ട് പേജോ മറ്റോ കാണുവാൻ സാധിക്കും. അതെന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ക്രെഡിറ്റ് കാർഡ്? അത് ഈ തേർഡ് സ്റ്റേജിലെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നൊരു സ്റ്റേജുണ്ട്. എത്ര അക്കൗണ്ട് ബാലൻസ് ഉണ്ട്, ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നൊരു സ്റ്റേജുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. ആ ഒരു വിഷ്വലിൽ കാണുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരുന്നു കാണുന്നത്. CBI ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയുന്നത്. ഈ കുടുംബം സത്യത്തിൽ അത് വിശ്വസിച്ചിരുന്നോ? സോഫാർ എനിക്ക് അവിടെ കിട്ടിയ ഒരു റെസ്പോൺസ് അടിസ്ഥാനത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും CBI ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. കാരണം ഞാനവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് തിരിച്ചു വെച്ചാൽ സാർ CBI ഓഫീസർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും, ഒരു യൂണിഫോമൊക്കെ ഇട്ട് വന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്നുള്ളൊരു തോട്ടിലാണ് പുള്ളി പറഞ്ഞത്. ഇതിന് ഏറ്റവും അവസാനം ആ ഭാഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? സാർ യൂണിഫോം ഇട്ട ശേഷമാണ് ആ ഒരു വീഡിയോ കോളിൽ താങ്കളെയും കാണുന്നത്. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം? എന്തായിരുന്നു ഏറ്റവും അവസാനം എന്താണ് സംഭവിച്ചത്? യൂണിഫോം ഇട്ട് ആണ് ഞങ്ങൾ രണ്ടുപേരും യൂണിഫോമിൽ തന്നെയാണ്. ഞങ്ങൾ പെട്ടെന്ന് അദ്ദേഹം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു പാനിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈമിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം CBI ഉദ്യോഗസ്ഥനാണെന്നുള്ള രീതിയിലാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ഞങ്ങളുടെ CBIയുടെ ഇൻവെസ്റ്റിഗേഷന് ഇടങ്കോലിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അയാൾ ഞങ്ങൾ ട്രൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു. നിങ്ങളുടെ അവിടുത്തെ ഓഫീസിൻ്റെ റൂം മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാനൊക്കെ പറഞ്ഞു. പുറകിൽ ഒരു ഫ്ലക്സ് ബോർഡിൽ CBIയുടെ ബോർഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നമുക്കറിയാമല്ലോ അത് CBI ഉദ്യോഗസ്ഥൻ എല്ലാം എന്നറിയാം. അയാളെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ഏരിയയിൽ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ആ ഒരു സറൗണ്ടിങ്സ് കാണിക്കാൻ പറയുന്ന സമയത്താണ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നത്. ഇടപ്പഴഞ്ഞി എന്ന സ്ഥലത്തെ അധ്യാപകനടക്കം ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഈ തട്ടിപ്പ് സംഘം തടഞ്ഞുവെച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയത്. CBI ആണ് എന്ന് ഭീഷണിപ്പെടുത്തി പോലീസിനെയും ഭയപ്പെടുത്താൻ തട്ടിപ്പ് സംഘം ശ്രമിച്ചു എങ്കിലും തിരിച്ച് പോലീസ് സംഘം മറുപടി നൽകിയതോടെ വീഡിയോ കോൾ അവസാനിപ്പിച്ച് ഈ തട്ടിപ്പ് സംഘം തടി തപ്പുകയായിരുന്നു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.